ഹായ് ഹലോ ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല, ഒരു വട്ടുപിടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വളഞ്ഞു കുത്തി ചെയ്യത്തില്ലേ, അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം വീഡിയോയ്ക്കല്ല കുഴപ്പം, എൻ്റെ യാത്രയ്ക്കാണ് കേട്ടോ കുഴപ്പം. അപ്പം ഞാനിപ്പം കീർത്തനയുടെ തൂത്തുക്കുടിയിലുള്ള വീട്ടിൽ നിന്ന് ദാണ്ടേ ഇപ്പോൾ പോകാനായിട്ട് പോകുന്നത് മധുരയിലേക്കാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും അവിടുന്ന് മധുരയിലേക്ക് വളരെ കുറച്ച് സമയം പോയാൽ മതിയല്ലോ. ആണ്, ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5-3 മണിക്കൂറിനകം നമുക്ക് മധുരയിലെത്താം. അത് ഏത് നമുക്ക് ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും ഈവൻ കാറാണെങ്കിൽ പോലും നമുക്ക് ഒരു 2.5-3 മണിക്കൂറിനകം നമുക്ക് മധുരയിലെത്താം. പക്ഷെ ഞാൻ പോയത് ഏകദേശം 16 മണിക്കൂർ എടുത്താണ് കേട്ടോ. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ തുടങ്ങാം. നമ്മൾ ഇന്ന് കീർത്തനയുടെ വീട്ടിലായിരുന്നു. സത്യത്തിൽ ഞാൻ ഇന്നലെ തൂത്തുക്കുടിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകേണ്ടതായിരുന്നു എൻ്റെ ടൈം ടേബിൾ പ്രകാരം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലേ ദിവസം, അപ്പം ഇന്നത്തെ ദിവസമല്ല, തലേ ദിവസം ഞാനും എൻ്റെ സാറും കൂടെ മധുരയിൽ പോകാനൊരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബുക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ കേട്ടോ, മധുര പാസഞ്ചറിൽ. പക്ഷേ എനിക്ക് തലേ ദിവസം കൊല്ലത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇന്നിപ്പോൾ എങ്ങനെ ഞാനങ്ങ് എത്തുമോ ഇല്ലയെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഒരു ട്രൈ ആണ് കേട്ടോ, ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ തെങ്കാശി വഴിയാണ് പോകണമെങ്കിൽ എനിക്ക് ഒരിക്കലും ആ പുനലൂരിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു മധുര പാസഞ്ചർ കിട്ടത്തില്ല. ഞാൻ 6 മണിക്ക് മുമ്പ് എന്തായാലും ഞാൻ കൊല്ലത്ത് എത്തത്തില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നാഗർകോവിൽ വഴി തിരുവനന്തപുരം സെൻട്രൽ ചെന്ന് അതിനെ പിടിക്കാമെന്നാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് തിരുനെൽവേലിയിലോ മണിയാച്ചിയിലോ അതൊന്നും അല്ല, ഇവിടുന്ന് തന്നെ നമുക്ക് തൂത്തുക്കുടിയിൽ നിന്ന് തന്നെ 2.5 മണിക്കൂറേ ഉള്ളൂ കേട്ടോ ബസ്സിൽ. അപ്പം അങ്ങനെയൊക്കെ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തോ ഒരു വൈക്ലഭ്യം അങ്ങനെ പോകാൻ ഒരു ഇഷ്ടക്കുറവ് കേട്ടോ. അപ്പം സാറുമായിട്ട് പോകാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം വരെ പോകാനായിട്ട് ഇതാണ്ട് തൂത്തുക്കുടിയിൽ നിന്നും നമ്മൾ തിരുനെൽവേലിയിലേക്കുള്ള ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് തൂത്തുക്കുടിയിൽ വെച്ച് തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തന്നെ നല്ല ഒരു തിരക്കുള്ള ബസ്സിലാണ് കേട്ടോ തൂത്തുക്കുടിയിൽ നിന്ന് തന്നെ കയറിയത്. സാധാരണ ഞാൻ തൂത്തുക്കുടിയിൽ നിന്നൊക്കെ കയറുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന അങ്ങനത്തെ ബസ്സുകളിലേ കയറാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഒന്നാമത്തെ കാര്യം തമിഴ്നാട് ബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇടുങ്ങിയ ബസ്സാണ് കേട്ടോ. കണ്ണാടിയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇട്ട് നമ്മളുടെ ഈ സാധാരണ ഒരു ഫാസ്റ്റിൻ്റെ സുഖം, നമ്മളെ KSRTCയുടെ സുഖം കിട്ടത്തില്ല കേട്ടോ അതിനകത്തിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും ഫ്രണ്ടിലുള്ള സൈഡ് സീറ്റിലും പോകത്തില്ല. ഏറ്റവും ഫ്രണ്ടിലുള്ള 3ാമത്തെ സീറ്റ്, ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റിൻ്റെ 3ാമത്തെ ആ സംഭവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫ്രണ്ട് റോഡൊക്കെ കാണാം. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തിരുനെൽവേലി വന്നിട്ടുണ്ട്. ദാണ്ട് ഇതൊക്കെ നാഗർകോവിലേക്ക് പോകുന്ന ആ ബസ്സിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നാഗർകോവിലേക്ക് പോകുന്ന ബസ്സുകളാണ്. അപ്പം ഞാൻ 1-2 ബസ്സിനകത്ത് കയറിയില്ല, തിരക്ക് കൊണ്ട് തന്നെ കയറായിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് 8 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ നിൽക്കാം എന്നുള്ള ആ ഒരൊറ്റ മാനസിക ഉറപ്പിന്മേൽ ഞാൻ അതിനകത്ത് കയറി കേട്ടോ. ഒരു ബസ്സിൽ കയറിയിട്ട് നിൽക്കാമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഒരു കുട്ടിപ്പയ്യനുണ്ടായിരുന്നു. അപ്പം അവൻ്റെ സീറ്റ്, എൻ്റെ സൈഡിലെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ സീറ്റിൽ കണ്ടപ്പോൾ ഞാൻ പിന്നെ എന്തൊക്കെ ചോദിച്ചു, ഞാൻ അവിടെ ഇരുന്നോട്ടേന്ന് ചോദിച്ചു. അപ്പം ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി കേട്ടോ. തമിഴ്നാട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ബസ് വരുമ്പോൾ ഒരു ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരിക്കലും ഇടിച്ച് കയറിയാൽ മതിയൊന്നും പോരാ. അവർ ആദ്യം സൈഡ് സീറ്റുകളിലൊക്കെ പോയി ഒരു ബാഗൊക്കെ അങ്ങ് ഇട്ടേക്കും. പക്ഷേ ആ ഒരു ബാഗ് ഇട്ടാലും ആ 3 സീറ്റും അവർക്കുള്ളതാണ്. അങ്ങനെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുത്തേ ഇല്ല കേട്ടോ ആ ഒരൊറ്റ സിസ്റ്റം. കാരണം ഒരു സീറ്റിൽ ഒരു സാധനം ഇട്ട് കയറുന്നത് ഓക്കേ എന്ന് പറയാം. പക്ഷേ ഒരു സീറ്റിനകത്ത് ഒരു സാധനമായിട്ട് 3 പേരുണ്ട്, കുടുംബത്തിലെ 3 പേർക്കും വേണമെന്നൊക്കെയാണ് അവർ വാദിക്കുന്നത് കേട്ടോ. ഭയങ്കര ബഹളമാണ് കേട്ടോ. നമ്മൾ അത് പറ്റത്തില്ല, ഞങ്ങൾ ഇടിച്ച് വന്നില്ലെന്നൊക്കെ ചോദിച്ചാലൊന്നും നമുക്ക് ഒരു രക്ഷയില്ല. നമുക്ക് അവരുടെ കൂടെ തോക്കാനേ പറ്റൂ കേട്ടോ. അവർ ഭയങ്കര ഒരു വാഗ്വാദ പ്രേമികളാണെന്ന് തന്നെ പറയാം കേട്ടോ.
ഓക്കെ, അപ്പം ഞാനിപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയും കഥ തഥൈവ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ദാണ്ടെ ഇതൊരു തിരുവനന്തപുരം ബസ്സാണ്, പക്ഷെ നമുക്ക് നിൽക്കാനേ സാധിക്കത്തുള്ളൂ. അപ്പം ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല, കാരണം ഇനി വരുന്ന ബസ്സിന് ഇതിനെക്കാട്ടി ആളുകൾ നിൽപ്പുണ്ട് കേട്ടോ കയറാനായിട്ട്. അപ്പം ഭാഗ്യപരീക്ഷണം, കാരണം 8 മണിക്ക് മുമ്പ് എത്തണം, 8 മണിക്കെങ്കിലും എനിക്ക് എത്തണം. 8 മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ആ ട്രെയിൻ മധുര പാസഞ്ചർ എത്തുന്ന സമയം. അപ്പം എനിക്ക് ആ സമയത്ത് അവിടെ എത്തണ്ടേ. അപ്പം എനിക്കിങ്ങനെ കാത്ത് കെട്ടി നിൽക്കാനായിട്ട് സമയമില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വീണ്ടും ഞാൻ കയറി. പക്ഷേ വീണ്ടും ഭാഗ്യം തുണച്ചു. എനിക്ക് തക്കല എന്ന് പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സീറ്റ് കിട്ടി. എന്തൊരു ഭാഗ്യമല്ലേ. ഓക്കെ, അങ്ങനെ ആ ഭാഗ്യത്തിൽ ഇനി എനിക്ക് സ്വസ്ഥമായി തിരുവനന്തപുരം വരെ പോവാം. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് കുറച്ചൊക്കെ കിടന്ന് ഉറങ്ങി, കുറച്ചൊക്കെ ഇരുന്നുറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ ഭയങ്കര ക്ഷീണമൊന്നുമില്ല. സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതെനിക്ക് തോന്നുന്നു വീട്ടിലേക്ക് വരുമ്പോഴാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഒരു ടെൻഷൻ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം വലിയ ക്ഷീണമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഒടുവിൽ ദാണ്ടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇത്രയും മണിക്കൂറുകളും ബസ്സിനകത്തൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലും ദാണ്ടെ ഞാൻ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഏകദേശം 7:45 ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാർ എന്നെ വിളിക്കുന്നുണ്ട്. സാർ ഇന്ന സ്ഥലത്തായി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പെട്ടെന്നൊക്കെ കേട്ടപ്പോൾ തന്നെ ടെൻഷൻ വന്നു. അങ്ങനെ പെട്ടെന്നൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ചായ എന്തെങ്കിലും ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചായ കുടിക്കാൻ പോയ കടയാണ് കേട്ടോ. പക്ഷേ ഞാൻ സ്നാക്സ് ഫോട്ടോ എടുത്തതേ ഉള്ളൂ, സ്നാക്സ് ഞാൻ മേടിച്ചില്ല കേട്ടോ. എന്തോ അതിനൊരു താല്പര്യം തോന്നിയില്ല. അങ്ങനെ ഞാൻ ചായ മാത്രം കുടിച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ മധുര പാസഞ്ചർ അനൗൺസ് ചെയ്തു. അതാണ്ട് 2 മിനിറ്റിനുള്ളിൽ മധുര പാസഞ്ചർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ കൊല്ലത്ത് നിന്ന് സാറ് അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലാണ് വന്നത്, ടിക്കറ്റ് എടുത്താണ് വന്നത് തിരുവനന്തപുരം വരെ. അപ്പം നമുക്ക് തിരുവനന്തപുരം തൊട്ടാണ് കേട്ടോ ബുക്കിംഗ് ഉള്ളത്. അപ്പം സാറ് താണ്ടെ വന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടു. താണ്ടെ ഞങ്ങൾ ബോഗിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു ഞാൻ കറക്റ്റ് സമയത്തിന് വരുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, വരാൻ പറ്റിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സത്യമാണ്. കാരണം ഞാൻ ഒട്ടും ലാഗ് ചെയ്യാതായിട്ട് പോലും ഇത്രയും സമയമെടുത്തു തിരുവനന്തപുരത്ത് എത്താനായിട്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി കയറിയിരുന്നു. അപ്പോൾ സാറ് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം ഞങ്ങൾക്ക് 2 പൊതിയായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം സാറിൻ്റെ പൊതി കഴിച്ചു, ഞാൻ എൻ്റെ പൊതി കഴിച്ചു. ചമ്മന്തി മുട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ദാണ്ടെ കയറി കിടന്ന് ഉറങ്ങുകയാണ്. നമുക്ക് ട്രെയിനിൽ ഉറക്കം ഒരു പുത്തരി അല്ലാത്തത് കൊണ്ട് ദാണ്ടെ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ദാണ്ടെ രാവിലെ ആയപ്പോൾ നമ്മൾ മധുരയിൽ എത്തിയിട്ടുണ്ട്. ഇനി മധുരയെപ്പറ്റി, മധുര എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങൾ കൂടെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മധുര. അപ്പം നമ്മൾ കട തുടങ്ങിയ സമയത്ത്, അതായത് 2003 കട തുടങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം 2005 മുതൽ ഈ മധുരയിലൊക്കെ ചുമ്മാ കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുകയും ചെയ്യും, കടകളിലൊക്കെ നമുക്ക് കടയിൽ നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രം, അവിടുത്തെ കറങ്ങൽ, അവിടുത്തെ ഫുഡ്, ഇതെല്ലാം എൻ്റെ ഒരു ക്രേസ് സാധനമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒരു അവധി വരുമ്പം ഞങ്ങൾ പോകുമായിരുന്നു. ആദ്യം മക്കളും ഒക്കെ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അവർക്കൊന്നും സമയമില്ലാത്ത സമയത്ത് ഞാൻ സാറും മാത്രമായിട്ടും പോകുമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒരു നല്ല ഒരു മെമ്മറീസാണ് കേട്ടോ നമ്മളുടെ. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നിനും സമയമില്ല. അപ്പം ഞങ്ങളിപ്പോൾ മധുരയിൽ വന്നു. നമ്മളിലെ ഒരു AC ഒരു ഫ്രഷ് ആവുന്ന ഒരു റൂമുണ്ട്. അപ്പം നമുക്ക് 30 രൂപ കൊടുത്താൽ നമുക്ക് 1 മണിക്കൂർ ഇരുന്ന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വരാം. അപ്പം നമ്മളവിടെ കയറി ഫ്രഷായിട്ടൊക്കെ നമ്മൾ ഇറങ്ങി, നമ്മൾ ദാണ്ടെ വെളിയിലിരുന്നിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നടന്നാണ് കേട്ടോ എപ്പോഴും നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം 4:30 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റിലൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമൊക്കെ ഏകദേശം ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ ദാണ്ടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു നല്ല ഭംഗിയുള്ള ഈ ഒരു ദൃശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. വെസ്റ്റ് ഗോപുരത്തിൻ്റെ ആ ഒരു ഭംഗിയാണ് കേട്ടോ കാണുന്നത്.
അപ്പോൾ അതാണ്ട് ഇപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങി കേട്ടോ ഞാൻ. അപ്പം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറേ ഫുഡ് അടികളൊക്കെ കാണും. ഞങ്ങൾ ഭയങ്കര സ്റ്റൈലിഷ് കടകളിലൊന്നും കയറാറില്ല കേട്ടോ. അവിടെ ഒരുപാട് സ്ട്രീറ്റ് കടകൾ കാണും കേട്ടോ. ചായ, വട, പിന്നെ വീട്ടുകാർ തന്നെ കൊണ്ടുവച്ച് നടത്തുന്ന തട്ട് കടകൾ കാണും കേട്ടോ. ദോശ, ഇഡ്ഡലി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ റോഡ് സൈഡിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ അത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര റേറ്റ് കുറവുമാണ്. ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ ഇപ്രാവശ്യം കഴിച്ച സമയത്ത് തന്നെ ഒരുപാട് പോലീസുകാരും കുറേ നാട്ടുകാരും ഒക്കെ കഴിക്കുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പം അതെല്ലാം കഴിച്ച് പതുക്കെയൊക്കെ ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് കട തുറക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്രാവശ്യം വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് സാധനം മേടിക്കാൻ തന്നെയാണ് കേട്ടോ. കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് മധുരയിൽ നിന്നാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റീസണബിളായിട്ട് കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടോ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. ദോശയും ചമ്മന്തി, സാമ്പാർ എല്ലാം കാണും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ദാണ്ടേ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് വളരെ പെട്ടെന്നാണ് കേട്ടോ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അതിരാവിലെ തുറക്കുന്ന 1-2 കടകളൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് കറങ്ങാനൊന്നും ഞങ്ങൾക്കിപ്പോൾ സമയമില്ല. കാരണം ഞങ്ങൾ പെട്ടെന്ന് സാധനമൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് 11:30 ട്രെയിനിന് പോകണം കേട്ടോ. അപ്പം ഞങ്ങൾ ദാണ്ടേ ഒരു ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്. അപ്പം എന്നിട്ട് ഞങ്ങൾ ദാണ്ടേ 11:30 ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പക്ഷേ 11:30ക്കാണ് ട്രെയിനിൻ്റെ സമയം കൊടുത്തിരിക്കുന്നതെങ്കിലും ഇത് വിട്ടപ്പോൾ 12 മണിയായി കേട്ടോ. അപ്പം ഇത് നമുക്ക് തെങ്കാശി വഴി കൊല്ലത്തെത്തുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഏറെ പ്രശസ്തമായ മധുര യാത്ര. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം.